ഇനിയും ജിസയിൽ പുറത്ത് പോവേണ്ടത് ആര്യനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിസേലിന് വോട്ടും കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. ആര് വോട്ട് ചെയ്യാനായിട്ടാണ്? നിങ്ങളിൽ പല ആളുകളും പറയുന്നു ജിസേൽ ഔട്ടായി പോകരുത്, ജിസേൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. സാബുമാൻ നിൽക്കുന്നുണ്ടല്ലോ, സാബുമോന് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സാബുമോനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഫാൻസ് ഉണ്ട്. ജിസേലിന് ആരുണ്ട്? ഈ പറയുന്ന നിങ്ങൾ വോട്ട് ചെയ്യുമോ ജിസേലിന്? എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഒരു 60-70% ആൾക്കാരും ജിസേലിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത്. ഇത്തവണത്തെ ബിഗ് ബോസ് റിവ്യൂവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പരാതിയുള്ള ഒരു ഏരിയയാണ് എപ്പിസോഡ് റിവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഈ ലൈവ് അപ്ഡേറ്റ് ഒക്കെ തരാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ലൈവ് കണ്ടിട്ട് ഞാനത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ലൈവൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടുണ്ടാവും. ഏതായാലും കുറേയധികം ഡിസ്കഷൻസ് പെൻഡിങ് ഉണ്ട്. അതിൽ ചിലത് സമയം പോലെ അവധി ദിവസം ആയതുകൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് ഒരെണ്ണം ചെയ്യേണ്ടതുണ്ട്. ജിസേലിനെ കുറിച്ചിട്ടാണ്. ജിസേൽ ഇന്ന് എവിക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത, നാളെ എവിക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത ആളുകൾ പറയുന്നുണ്ട്. എവിക്റ്റായി എന്ന് ഉറപ്പിച്ച് പറയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് എവിക്റ്റായി, എന്തുകൊണ്ട് എവിക്റ്റ് ആവാതിരിക്കണം എന്നീ ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് എവിക്റ്റായി, എങ്ങനെ എവിക്റ്റ് ആവാതിരിക്കും? എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഗെയിം ജിസേലിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഗെയിം മൊമെൻറ്റ്സ് ജിസേൽ നമുക്ക് സമ്മാനിച്ചോ? ഇല്ല. ജിസേലിൻ്റെ സ്ട്രെങ്ത്, ജിസേൽ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് തരാനുള്ള 1-2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ഉള്ളിൽ ഇടം പിടിച്ചു എന്നുള്ളതല്ലാതെ ഈ ബിഗ് ബോസ് സീസൺ 7 ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ജിസേൽ കാര്യമായിട്ട് ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഗെയിമിനെ നോക്കി കാണാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പലപ്പോഴും ബിഗ് ബോസിലെ ഗെയിമേഴ്സിന് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്, ഗെയിം അങ്ങോട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ടാവും, വീട്ടിൽ പോവേണ്ടി വരും. അങ്ങനെ വീട്ടിൽ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ പോവേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിസേൽ. വൈകിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എങ്ങനെയാണ് ജിസേൽ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? എന്തായിരുന്നു ജിസേലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? സ്ട്രെങ്ത് എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം, ജിസേലിന് ഒരു പ്രീവിയസ് ബിഗ് ബോസ് എക്സ്പീരിയൻസ് ഉണ്ട്. ബിഗ് ബോസിൻ്റെ ഹിന്ദി വേർഷനിൽ ജിസേൽ കുറച്ച് നാൾ പങ്കെടുത്തിരുന്നു. പിന്നീട് എന്തോ ഫ്രാക്ചറുമായിട്ട് ജിസേലിന് ഹൗസ് വിടേണ്ടി വന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വലിയ മുതൽക്കൂട്ടാണ്. എന്നാൽ ഈ സീസണിലേക്ക് വന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്യാനായിട്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടോ ജിസേലിന് പറ്റിയില്ല. ഈവൻ ആ ഒരു ബിഗ് ബോസിൻ്റെ എക്സ്പീരിയൻസ് പോലും പങ്കുവെക്കാനായിട്ട് ജിസേലിനെ കൊണ്ട് പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ഹിന്ദി ബിഗ് ബോസ്, മലയാളം ബിഗ് ബോസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നതിനെ കുറിച്ചിട്ട് ജിസേലിൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും നമ്മൾ കേട്ടില്ല. ആ ഒരു സ്റ്റോറി പറയുന്ന ഒരു സെഷനിലല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു റെഫറൻസും ആ ഒരു ബിഗ് ബോസിനെ കുറിച്ചിട്ട് ജിസേൽ പറഞ്ഞില്ല. മേ ബി നമ്മുടെ ബിഗ് ബോസിൻ്റെ, മലയാളം ബിഗ് ബോസിൻ്റെ കർശന നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ബിഗ് ബോസ് ഗെയിമർ എക്സ്പീരിയൻസ് ആളുകളേറെ പ്രതീക്ഷിച്ചു. പക്ഷേ ജിസേലിന് ഇവിടെ കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ഇനി രണ്ടാമത്തെ ഒരു സ്ട്രെങ്ത് എന്തായിരുന്നു? ജിസേൽ ഒരു ഫാഷൻ മോഡലാണ്. അപ്പോൾ മോഡലുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ജിസേലിനുണ്ട്, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. ഇപ്പോൾ എന്തുകൊണ്ട് ജിസേൽ പുറത്തു പോകുന്നു, ബാക്കി കുറേ ആളുകൾ അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജിസേൽ എന്തുകൊണ്ട് പുറത്തു പോകുന്നു എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ജിസേൽ അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഈവൻ നിങ്ങളിൽ പല ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ബിന്നിയെ പോലെയോ അല്ലെങ്കിൽ അവിടെയുള്ള ലക്ഷ്മിയെ പോലെയോ അല്ലെങ്കിൽ ആദില നൂറയെ പോലെയോ അല്ലെങ്കിൽ അനുമോളയെ പോലെയോ ഏതെങ്കിലും ആളുടെ ഏഴയിലത്തെങ്കിലും എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ജിസേൽ തൻ്റെ മോഡലിംഗ് എന്ന് പറയുന്ന കാര്യമല്ലാതെ, ഫാഷൻ ഗ്ലാമർ എന്ന് പറയുന്ന കാര്യമല്ലാതെ ഹൗസിൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് പറയുകയോ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് എതിര് നിൽക്കുകയോ, എതിരഭിപ്രായം പറയുകയോ, ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുകയോ ജിസേൽ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ജിസേലായിട്ട് നിൽക്കുകയും ജിസേലിനെതിരെ വരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ്. ജിസേലിൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഷാനവാസ് ചില കാര്യങ്ങൾ പറയുന്നു, അതിലേക്ക് ഞാൻ വരാം. അത് ഗെയിമുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ജിസേലിൻ്റെ ഒരു സവിശേഷത, എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വാളിറ്റി, ഒരു ഗെയിമർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? കാമാണ്. വളരെ കാമായിട്ട് ഗെയിമിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്, സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട്. കാമായിട്ട് ടാസ്കുകളെ സമീപിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ജിസേൽ. അതിൽ പലപ്പോഴും ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വെല്ലുവിളി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇത് പ്രോസസ്സ് ചെയ്ത് വരണമല്ലോ. ജിസേലിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുമ്പോഴേക്ക് ആ ഒരു ദേഷ്യമൊക്കെ തണുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രശ്നമൊക്കെ അവിടെ മാറി മറന്നിട്ടുണ്ടാവും. മലയാളികൾ, പ്യുവർ മലയാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വാക്ചാതുരി കൊണ്ട് ഇങ്ങനെ കലവില അടിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇങ്ങനെ കേട്ട് പതുക്കെ ഇരിക്കുന്നത് കൊണ്ടും ജിസേലിൻ്റെ ആ ഒരു കാംനെസ് പലപ്പോഴും നഷ്ടപ്പെടാതെ ഇരിപ്പുണ്ട്. ഈ ടാസ്കുകളെ സമീപിക്കുന്ന സമയത്തും ഈ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഈ ആളുകളുടെ മുൻപിൽ ജിസേൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഫിസിക്കലി ഇൻവോൾവ് ആവേണ്ട ടാസ്കുകളിൽ, ഇപ്പോൾ എസ്പെഷ്യലി ഇന്നലെ കണ്ട ആ ഒരു ഫുഡ് എടുത്തുകൊണ്ട് പോകുന്ന ടാസ്കിൽ
അല്ലെങ്കിൽ ഓട്ടം ചാട്ടം പരിപാടി ടാസ്കുകളിലൊക്കെ ജിസേൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കി കുറേ ടാസ്കുകളുണ്ട്, വാക്ചാതുര്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ആ ഒരു കാര്യം കൊണ്ടൊക്കെ ചെയ്യേണ്ടുന്ന ടാസ്കുകളിൽ ജിസേൽ നല്ല രീതിയിൽ പുറകോട്ടാണ്. ഇനി ജിസേലുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സീസ്, ഗെയിമിലെ ചില ചലഞ്ചസ്, സംഭവിച്ച ചില ചലഞ്ചസ് അതെടുത്ത് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ജിസേലിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം മാറ്റിമറിക്കാനായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് ജിസേൽ ഇടപെട്ടതോ ആയിട്ടുള്ള ഒരു സംഗതി ഇതിനകത്തില്ല. ഒന്നാമത്തേത് റൂൾ വയലേഷനുമായി ബന്ധപ്പെട്ട് കുറേയധികം പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ജിസേൽ. അവിടെ നിന്നാണ് ജിസേൽ എന്ന് പറയുന്ന ഗെയിമറെ നമ്മൾ മനസ്സിലാക്കുന്നതും ആ മനസ്സിലാക്കിയ ഗെയിമർ അത് തന്നെയാണ് എന്നുള്ളത് അമ്മ വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ജിസേൽ ആദ്യഘട്ടം മുതൽ ഹൗസിൽ എങ്ങനെ സ്വയം പ്രസൻറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിച്ചത്. അത് ഔട്ട്ലുക്കിൽ മാത്രമാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അതുകൊണ്ട് മേക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജിസേലിന് വലിയ അതൃപ്തികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേക്കപ്പ് അടിച്ചു മാറ്റുന്ന തരത്തിലേക്കുള്ള നിലവാര തകർച്ചയിലേക്ക് ജിസേൽ മാറിപ്പോയി. അതേപോലെ തന്നെ മേക്കപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗെയിം കളിക്കുന്ന ആളുകളുടെ ആ ഒരു പ്രൊവോക്കേഷനിലും ആ ഒരു ഗെയിമിലും ജിസേൽ വീണുപോയി. എന്നാലും ജിസേൽ 100% പറഞ്ഞു എനിക്ക് മേക്കപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അമ്മ വന്ന സമയത്തും ജിസേലിന് വേറൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. തനിക്ക് കൊണ്ടുവന്ന സാധനങ്ങളിലെ മേക്കപ്പ് സാധനങ്ങൾ മിസ്സായിരിക്കുന്നു. അതേപോലെ തന്നെ കേരള ഔട്ട്ഫിറ്റുകൾ താൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ബിഗ് ബോസ് എനിക്ക് തന്നില്ല. അപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടണം, എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. ജിസേൽ മലയാളികൾക്കിടയിൽ കൂടെ തൻ്റെ പ്രൊഫഷനെ പരിചയപ്പെടുത്താൻ വേണ്ടി, തൻ്റെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി, തൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി മാത്രം ഗെയിം കളിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം നിന്നിട്ട് ആ ഒരു ഡെയിലി പേയ്മെൻറ്റിന് വേണ്ടിയോ ഗെയിം കളിക്കാൻ വന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ജിസേലിനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ജിസേൽ അതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അവരുടെ മോഡലിംഗ് കരിയറിൽ ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള കുറച്ച് ഡേയ്സ് വളരെ പോസിറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം പറയേണ്ട ഒരു സംഗതിയുണ്ട്, ജിസേലിനെ ഗെയിമിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ ഗെയിമിൽ പ്രധാനപ്പെട്ടതായിട്ട് ജിസേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്, ജിസേലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ജിസേലിൻ്റെ വസ്ത്രധാരണം, അതേപോലെ തന്നെ ജിസേലിൻ്റെ ആ ഒരു സംസ്കാര വിനിമയം എന്ന് പറയുന്ന ഒരു സംഗതി. ഒരു 100% മലയാളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു 100% മലയാളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ സ്ത്രീ പുരുഷ ജെൻഡറൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കും. നമ്മളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം നമ്മൾ അത്രയധികം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി അധികം മറ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ജിസേൽ അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ നിന്നല്ല വരുന്നത്. അവർ വളരെ ഓപ്പണായിട്ട് ആളുകളോട് ഇടപെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പല തവണ ചോദ്യം ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചെയ്യപ്പെടൽ, സദാചാര അധിക്ഷേപ രൂപേണ ഉള്ള ചോദ്യം വന്നത് ഷാനവാസിൻ്റെ അടുത്തു നിന്നാണ്. ഷാനവാസ് ജിസേലിൻ്റെ വസ്ത്രധാരണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ പ്രശ്നത്തിലായിരുന്നു. എന്നാൽ പിന്നീട് പുള്ളി അത് കണ്ട് യൂസ്ഡ് ആയി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ജിസേൽ പറയുകയും ചെയ്തു. ഈ ഷാനവാസ് ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത്, ഇങ്ങനെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള അനുമോളുടെ ടൈപ്പ് സ്ട്രാറ്റജി ഇറക്കിയ സമയത്ത്, അനാവശ്യമായിട്ട് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയ സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ പോലും ഷാനവാസിനെതിരെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോലും ജിസേലിന് പറ്റിയില്ല. ജിസേലിനെതിരെ ഒത്തിരി അധികം സദാചാര അധിക്ഷേപങ്ങൾ ഉണ്ടായി. അനുവിൻ്റെ അടുത്തു നിന്നുണ്ടായി, ഷാനവാസിൻ്റെ അടുത്തു നിന്നുണ്ടായി. അവരെല്ലാം ഗെയിമിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പറയുന്ന മൈൻഡ് സെറ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റാനായിട്ടോ ആത്മാർത്ഥമായിട്ടൊരു സോറി പറയിപ്പിക്കാനായിട്ടോ ജിസേലിനെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ജിസേൽ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഫയറുള്ള ഒരു കണ്ടസ്റ്റൻ്റാണെന്ന് പറയുന്നത്? ബേസിക്കായിട്ട് ഏതൊരു മനുഷ്യനും, ഇന്നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും സോറി പറയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഗെയിമേഴ്സിനെ പോലും മുട്ടുമടക്കിക്കാനായിട്ട് ജിസേലിന് പറ്റിയില്ല. അത് രണ്ടാമത്തെ കാര്യം. അത് ജിസേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ജിസേലിൻ്റെ ഗെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ജിസേൽ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഗെയിമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു സംഗതി ഇല്ലായിരുന്നോ? വീക്കെൻഡ് ഒരു എപ്പിസോഡ് കംപ്ലീറ്റ്ലി ജിസേലിന് അനുകൂലമായിട്ട് കിട്ടിയില്ലേ? ലാലേട്ടൻ വരുന്നു, അനുമോളെ നല്ല രീതിയിൽ ശകാരിക്കുന്നു, ബാക്കിയുള്ള പല ആളുകളെയും വിമർശിക്കുന്നു. ജിസേലിന് അനുകൂലമായിട്ട് ആ ഒരു സാഹചര്യം കിട്ടി. അന്ന് തൊട്ടാണ് ആര്യൻ ഇങ്ങനെ നൈസായിട്ട് കയറി വരാൻ തുടങ്ങിയത്. ആര്യൻ അന്ന് കുറേയധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ജിസേലിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ അത്ര മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവർക്കുണ്ടാക്കിയ ആ ഒരു കണ്ടസ്റ്റൻസിനെതിരെ പോലും പോയിന്റുകൾ പറയാനായിട്ട് ആര്യനൊപ്പം ജിസേൽ നിന്നില്ല. ജിസേൽ വീണ്ടും ഇങ്ങനെ ആര്യൻ്റെ കൂടെ നൈസായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി, ദിവസങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ടാസ്കിൽ ഇടപെടും, അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിക്ക് പറ്റി. ആ ഒരു പരിക്കുമായി ബന്ധപ്പെട്ട് പോലും ജിസേലിനായിട്ട് പണി കിട്ടി. കാരണം ആ ഒരു പരിക്കുള്ളതുകൊണ്ട് ചില പണികൾ ആര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പണിയെടുക്കാൻ മടിയായതുകൊണ്ടാണെന്ന് പറഞ്ഞെങ്കിൽ കൂടെ അതെല്ലാം ജിസേൽ നെഗറ്റീവായി. എന്നാൽ ആ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ജിസേൽ അവിടെ മിസ് ചെയ്തു. ഇപ്പോഴും ജിസേലിനെതിരെ പറഞ്ഞ ആളുകൾ ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ അവിടെ കൂളായിട്ട് തല ഉയർത്തി നടക്കാനായിട്ട് ശ്രമിക്കുകയാണ്.
അതേപോലെ തന്നെ ആളുകളിലേക്ക് അങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി തനിക്കെതിരെ വന്നതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് പോലും ജിസൈലിന് പറ്റിയില്ല. ആ ഒരു വീക്കെൻഡ് എപ്പിസോഡും ആ ഒരു ഓപ്പർച്യൂണിറ്റിയും വേസ്റ്റായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി അവസാനമായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, അതൊന്നും ജിസൈലിൻ്റെ എവിക്ഷനെ ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കരുതുന്നില്ല, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. അമ്മ വന്നപ്പോൾ പറഞ്ഞു ജിസൈലിനോട് നീ നന്നായിട്ട് കളിക്കണില്ല. അമ്മ കുറേയധികം വിമർശനങ്ങളാണ് അവിടെ ജിസൈലിനെതിരെ നടത്തിയത്. ജിസൈൽ അപ്പോഴും ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും തിരിച്ചു ചോദിച്ചില്ല. മേക്കപ്പുമായും അതേപോലെ തന്നെ താൻ എന്തിനാണോ വന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ചോദിച്ചത്. അമ്മ പോയതിന് ശേഷം ജിസൈലിനെ ഇത് ബാധിച്ചതായിട്ട് നമുക്ക് തോന്നി. ജിസൈൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യുകയാണ്, എസ്പെഷ്യലി ആര്യനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സംഭവം. അത് നല്ല രീതിയിൽ ജിസൈലിന് ഡീൽ ചെയ്യാൻ വരുന്ന കാര്യമായിരുന്നു. അവിടെ പാളിച്ചുണ്ടായി. എന്നിട്ട് ജിസേൽ പോയിട്ട് തൻ്റെ ഒരു തെറ്റ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ആളുകൾ എടുത്തു പോയി അക്സെപ്റ്റ് ചെയ്യുന്നു. ഷാനവാസിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് പറയുന്നു എനിക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജിസേലിനോട് ഷാനവാസ് പറയുന്നു ഞാൻ പറഞ്ഞതല്ലേ, ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, സീസൺ 7 ഏറ്റവും പറയുന്നുണ്ടൊന്നും തോന്നുന്നത് വിട്ടി കുഷ്മാണ്ഡൻ ഗെയിം കളിക്കുന്ന ആളാണ് ഷാനവാസ്. ഷാനവാസിൻ്റെ ഒരു റേഞ്ചും ഇല്ലാത്ത സദാചാര മൈൻഡ് സെറ്റിനെയൊക്കെ സാധൂകരിക്കുന്ന ചില സോറിയൊക്കെ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജിസേലിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നത്? സത്യം പറഞ്ഞാൽ ജിസേൽ പോട്ടെ, അതിനുള്ള സ്റ്റാൻഡൊന്നുമില്ല. ജിസേലിന് അവിടെ നിൽക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ആരും നിൽക്കട്ടെ, ആരിനോട് നിൽക്കട്ടെ, ജിസേലിൻ്റെ ഉള്ള സപ്പോർട്ട് ആരിന് കിട്ടട്ടെ. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇതിലും കൺവിൻസ്ഡ് ആവാത്ത ആളുകൾക്ക് ഞാൻ കുറച്ച് പോയിന്റുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജിസേൽ പുറത്തേക്ക് പോകുന്നത്? ഒത്തിരി കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന കാരണങ്ങൾ സെലക്ട് ചെയ്യാം. ഒന്നാമത് ഫ്രീക്വൻറ്റ് റൂൾ വയലേഷൻ ആൻഡ് പണിഷ്മെൻറ്റ്. അത് തുടക്കകാലത്തൊക്കെ ഗെയിമേഴ്സിനെ തൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് പ്രശ്നമാകുന്ന ഒരു സംഗതിയാണ്. ഒരു 4 ആഴ്ചകൾക്കുള്ളിലൊക്കെ ഒരു ആരാധകൻ, ടിപ്പിക്കൽ മൈൻഡ് സെറ്റുള്ള ആരാധകൻ ഒരാളെ തൻ്റെ സ്ഥിരം ഇഷ്ടക്കാരനായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടക്കാരിയായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് ജിസേൽ പല ആളുകൾക്കും വേണ്ടാത്ത ഒരാളായി. കാരണം ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റൂൾ വയലേഷൻ, മേക്കപ്പിനോടുള്ള അഡിക്ഷൻ. നമ്മൾ മലയാളികൾക്ക് നമ്മുടെ ഒരു മോശം മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് തീരെ പിടിക്കാത്തൊരു സംഗതിയാണ് ഈ മേക്കപ്പ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ജിസേലിനൊരു പണി കിട്ടി. രണ്ടാമതായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതി, ഇപ്പോൾ ഷാനവാസിൻ്റെ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ജിസേലിനെ ഇഷ്ടപ്പെടുമോ? ജിസേലിന് വസ്ത്രധാരണമൊക്കെ ഷാനവാസിനെ പോലെ യൂസ് ടു ആയിട്ടുണ്ടാവും. എന്നാലും തുടക്കകാലത്ത് ജിസേലിന് വസ്ത്രധാരണം ഒന്നും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ ജിസേൽ പലപ്പോഴും ഈ വസ്ത്രത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ആളുകൾ ഗെയിമിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ജിസേൽ വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേപോലെ ജിസേൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മോഡലാണല്ലോ, അപ്പോൾ തൻ്റെ ഹൈറ്റും വെയ്റ്റും ഒക്കെ നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്തത്. അതും എനിക്ക് തോന്നുന്നു കുറേയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള റീസൺ ആയിരിക്കും. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, റൊമാൻസ്, സ്പെക്കുലേഷന്, ഗോസിപ്പ്. നമ്മുടെ ആര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസിൽ അനുമോൾ കണ്ടു, ലാലേട്ടൻ കണ്ടില്ലായിരിക്കും, ഞാൻ കണ്ടു, ഞാൻ കൃത്യമായിട്ട് കണ്ടു. അനുമോളെ പോലെ കണ്ടു എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മോഹൻലാലിനെ വിമർശിച്ചു. അപ്പം മോഹൻലാലിനെ വിമർശിച്ച ആളുകളൊക്കെ ജിസേലിനെതിരായിട്ട് ഉള്ള ആളുകളാണ്. അനുമോൾ കണ്ടു, അങ്ങനെയുള്ള കാണാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത ഒരാളാണ് ജിസേൽ, ചില ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അത് ജിസേലിന് എതിരായിട്ട് വന്നിട്ടുണ്ടാവാം. അടുത്ത എന്താണ്, ഒരു കോർ സപ്പോർട്ട് ഇല്ലായിരുന്നു. അതേപോലെ തന്നെ നല്ല അലയൻസുകളില്ല. നമ്മൾ ഈ ഗ്രൂപ്പ് ഒറ്റയാൻ എന്നൊക്കെ ഇങ്ങനെ തള്ളിമറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതൊരു സർവൈവൽ ഗെയിമാണ്. ഇപ്പോൾ ഏതൊരു പരിപാടിക്കും അങ്ങനെയാണല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് ഗ്രൂപ്പായിട്ട് ആളുകൾ ഇടപെടുന്ന ഒരു പരിപാടിയിൽ പെർഫോം ചെയ്ത് കയറി വരിക എന്ന് പറയുന്നത് ടഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു വഴികളിൽ, ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന വഴികളിൽ നമുക്ക് പറ്റിയ അലയൻസുകൾ വേണം, പറ്റിയ ഗ്രൂപ്പുകൾ വേണം. അവിടെ ആരിനുമായിട്ട് മാത്രം ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ആ ഒരു സൗഹൃദം പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ആളുകൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ പറ്റിയ അലയൻസുകൾ കൂടെ ഉണ്ടാക്കി ഗെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അവിടെ അത് പറ്റിയില്ല. ജിസേലിനെയും ആര്യനെയും സദാചാര ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അക്ബറിനെ പോലുള്ള ഒനീലിനെ പോലുള്ള ആളുകളുടെ ഡ്യൂട്ടി. എന്നാൽ അവസാനം ഒനീലിനെയോ അല്ലെങ്കിൽ അക്ബറിനെയോ തൻ്റെ കൂടെ നിർത്താനായിട്ട് നമ്മുടെ ജിസേലിന് പറ്റിയിട്ടില്ല. ഇനി ടാസ്ക് പെർഫോമൻസിനെ കുറിച്ചിട്ടും ഹൗസ് ഡ്യൂട്ടികളെ കുറിച്ചിട്ട് പറഞ്ഞാലും ഓക്കെ, പണി എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. പണിയെടുക്കുന്നുണ്ട് എന്ന് ആൾക്കാരെ കാണിക്കണം. അതാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അനുമോളൊക്കെ കണ്ടിട്ടില്ലേ, വേറെ ഒരു പണി എടുക്കത്തില്ല. ക്യാമറ ഉള്ള കിച്ചണിൽ വന്നിട്ട് നല്ല രീതിയിൽ മറ്റേ ചെമ്പൊക്കെ എടുത്ത് പിടിച്ച് ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുത്ത്, കാരണം ഭക്ഷണം വന്ന് കൈപ്പറ്റേണ്ട ഒരു സാഹചര്യം ആളുകൾക്കുണ്ട്, ഗതികേടാണ്. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും വന്ന് നിൽക്കുന്ന സമയത്ത് ക്യാമറ അങ്ങോട്ടേക്ക് കാണിക്കേണ്ടതുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം എടുത്തു കൊടുത്ത് വീതം വയ്ക്കാനായിട്ടും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ടും കരഞ്ഞുകൊണ്ട് ഓടാനായിട്ടും പിന്നീട് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും ഒക്കെ ഉള്ള ഒരു എഫേർട്ട് അനുമോൾ എടുക്കുന്നുണ്ട്. ജിസേൽ അങ്ങനെയുള്ള ഏത് പണിക്കകത്താണ് ഇടപെടുന്നത്? നെവിൻ പറഞ്ഞതുപോലെ ബാത്റൂം ഒരു കുഞ്ഞു തുണി കൊണ്ട് ഒത്തിരി അധികം കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. കഴുകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, വേറെ ആരെങ്കിലും കഴുകില്ല. ഇമാതിരി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് വേറൊരു സംഗതി. പിന്നെ ഈ വോട്ട് ആർക്ക് കൊടുക്കും? ആരിന് കൊടുക്കണോ ജിസേലിന് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ട്. പലപ്പോഴും ആരിന് ജിസേലും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആരിനെ ആൾക്കാർ കൊടുക്കത്തുള്ളൂ. ഇനിയും ജിസേൽ പുറത്ത് പോവേണ്ടത് ആരിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിസേലിന് വോട്ടും കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. ആര് വോട്ട് ചെയ്യാനായിട്ടാണ്? നിങ്ങളിൽ പല ആളുകളും പറയുന്നു ജിസേൽ ഔട്ടായി പോകരുത്, ജിസേൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. സാബുമാൻ നിൽക്കുന്നുണ്ടല്ലോ. സാബുമോന് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സാബുമോനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഫാൻസ് ഉണ്ട്. ജിസേലിന് ആരുണ്ട്? ഈ പറയുന്ന നിങ്ങൾ വോട്ട് ചെയ്യുമോ ജിസേലിന്? എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഒരു 60-70% ആൾക്കാരും ജിസേലിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.